ഹലോ ഫ്രണ്ട്സ്, സൂര്യനായകനായ സൂര്യ പൊട്ടറു സിനിമയുടെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്കാണ് സർഫറ എന്ന് പറയുന്ന അക്ഷയ് കുമാർ നായകനായ സിനിമ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് പറയുന്ന മുന്നേ എനിക്ക് സൂര്യ പൊട്ടറു സിനിമയെ പറ്റി കുറച്ച് കാര്യം പറയാനുണ്ട്. സൂര്യ എന്ന നടുപ്പിൻ നായകൻ്റെ ലെവൽ എന്താണെന്ന് നമുക്ക് സൂര്യ പൊട്ടറു സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം സൂര്യ പൊട്ടറുവിൽ സൂര്യ ചെയ്തു വെച്ചിരിക്കുന്ന സ്റ്റൈല് വേറെയാണ്. അതുപോലെ തന്നെ സർഫറ എന്ന സിനിമയിൽ അക്ഷയ് കുമാർ ചെയ്യാൻ പോകുന്നതും വേറെ സ്റ്റൈലാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ വലിയൊരു ഡിഫറൻസ് സിനിമയിലുണ്ടാവും. പക്ഷേ അക്ഷയ് കുമാർ എന്ന നടൻ ഹിന്ദിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന റോളെന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട റോളൊന്നും അല്ല. പുള്ളിക്കാരൻ ഐക്കോണിക് ആയിട്ടുള്ള അഭിനയം, ഇപ്പോൾ ഉദാഹരണത്തിന് മംഗല്യാൻ സിനിമ, പിന്നെ ബാറ്റ്മാൻ തുടങ്ങിയ സിനിമകളൊക്കെ പുള്ളിക്കാരൻ ഐക്കോണിക് ആയിട്ടുള്ള ലെവലിലെ അഭിനയം തന്നെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടന്റ് ഓറിയൻ്റ് ആയിട്ടുള്ള സിനിമ പുള്ളിക്കാരൻ്റെ കൈ കിട്ടുവാണെങ്കിൽ അത് എക്സ്ട്രീം ലെവൽ അഭിനയം തന്നെ പുള്ളിക്കാരൻ കാഴ്ചവെക്കും, അത് ഗ്യാരണ്ടിയാണ്. പിന്നെ എല്ലാവർക്കും തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും, സൂര്യ പൊട്ടറുവിൽ ആ എയർപോർട്ട് സീൻ അക്ഷയ് കുമാർ ഏത് രീതി ചെയ്യും എന്ന് നല്ല ഡൗട്ട് തന്നെ ഉണ്ട്. സിനിമ കണ്ട് തന്നെ അറിയാം. ചെറിയൊരു സജഷൻ ഉണ്ട്. അക്ഷയ് കുമാരൻ അമ്മയായിട്ട് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഉർവശി തന്നെ മതിയായിരുന്നു. കാരണം പുള്ളിക്കാരി സൂര്യ പൊട്ടറു സിനിമയിൽ ചെയ്തു പിടിച്ചിരിക്കുന്ന അമ്മാതിരി റോളാണ്. അപ്പോൾ ആ റോളും ഹിന്ദിയിൽ സർഫറ സിനിമയിൽ തന്നെ മതിയായിരുന്നു. ആ ചെറിയ സജഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ അബ്ദുൽ കലാം സാറിനെ സിനിമയിൽ കാണിക്കുന്ന ചെറിയ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സൂര്യയുടെ തന്നെ സ്വന്തം നിർമ്മാണ കമ്പനിയാണ്. സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ജി വി പ്രകാശാണ്. പിന്നെ സൂര്യൻ ഗസ്റ്റ് റോൾ വരുന്നതാണ്. അപ്പോൾ സൂര്യ ഫാൻസും സിനിമ കാണും, അത് ഷുവറാണ്. സിനിമ റിലീസിനെത്തുന്നത് ജൂലൈ മാസം 12-ാം തീയതിയാണ്. അപ്പോൾ നല്ല പ്രതീക്ഷയാണ് സിനിമയ്ക്ക് മേലെ. ഇതെന്തായാലും ചതിക്കത്തില്ല, അത് ഉറപ്പാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.